ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പ്രീവിയസ് 10th പ്രിലിമിനറിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനകത്ത് ആവർത്തിച്ച് വന്നുള്ള ചോദ്യങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയൊരു GK പോർഷൻ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിൻ്റെ മോണോമർ ഏത്? അത് ഐസോപ്രിൻ ആണ്. ഐസോപ്രിൻ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ. 1957 കേരള സർവകലാശാലയെ മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടതെന്നാണ്? 1937. പിന്നെ ഇതിൽ താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത് അത് ഗാന്ധിജി ഉയർത്തിയ പ്രസ്താവനയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? അത് വേദാധികാര നിരൂപണം. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് മൗലാന അബ്ദുൽ കലാം ആസാദുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി ആര് എന്നുള്ളതാണ് ചോദ്യം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MT വാസുദേവൻ നായർ, ഒളപ്പമണ്ണ, ONV കുറുപ്പ്, ഇത്രയും ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ജ്ഞാനപീഠം ലഭിക്കാത്തത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ്. അപ്പോൾ ലഭിച്ചത് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഒന്ന് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഉണ്ട്, MT വാസുദേവൻ നായരുണ്ട്, പിന്നെ എന്താണ് ONV കുറുപ്പുണ്ട്. അപ്പോൾ ഈ അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് 2019 ജ്ഞാനപീഠം കിട്ടിയത്. MTക്കാണെങ്കിൽ നോവല്, തിരക്കഥയും ചെറുക്കഥയും എന്നിവ ഉൾപ്പെടെയുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് 95 ജ്ഞാനപീഠം ലഭിച്ചു. ONV കുറുപ്പിന് 2007 ജ്ഞാനപീഠം കിട്ടിയത്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പ്രശസ്ത കവിയാണ്, പക്ഷേ അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷനുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാധാകൃഷ്ണ, രംഗനാഥ, കോത്താരി, മുഖർജി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ രാധാകൃഷ്ണ കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെയുള്ളത് കോത്താരി കമ്മീഷൻ, അതും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? അത് ബംഗാളിലാണ്. ബംഗാളിൽ. അപ്പോൾ ഇതിൽ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ്. അത് രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. ഇതിൽ താഴെ പറയുന്നവയിൽ ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സ്ഥലം ഏതാണെന്നാണ് ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഗോവ, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, ട്രാൻകിബാർ. ഇതിൽ ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ട്രാൻകിബാറിലാണ്. ഡെൻമാർക്ക്, ട്രാൻകിബാർ. അപ്പോൾ തമിഴ്നാട്ടിലെ ട്രാൻകിബാർ അല്ലെങ്കിൽ ഇന്നത്തെ തരംഗമ്പാടിയിലാണ് ഡാനിഷുകാർ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചത്. അടുത്തത്, താഴെ നൽകിയ സംഭവങ്ങളിൽ തെറ്റായത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ കുണ്ട്രാ വിളംബരം, കുളച്ചിൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, കുറിച്ച് കലാപം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറിച്ച് കലാപത്തിൻ്റെയാണ് വർഷം തെറ്റിച്ച് കൊടുത്തിരിക്കുന്നത്. 1810 കൊടുത്തിരിക്കുന്നത്. കുറിച്ച് കലാപം 1812. കുളച്ചിൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721, കുണ്ട്രാ വിളംബരം 1809. അപ്പോൾ ഇതിൽ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. 2 ശരിയായിട്ടുള്ളൂ. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. അപ്പോൾ അതൊരു ശരിയ കാര്യമാണ്. പിന്നെ 3 പറഞ്ഞിരിക്കുന്നത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകളെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇനി ദേശീയ ഗീതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിയായ പ്രസ്താവനകളെ തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. വന്ദേമാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പിന്നെ ദേശീയ ഗാനത്തിനൊപ്പം തുല്യമായ പദവിയാണ് ദേശീയ ഗീതത്തിനും ഉള്ളത്. പിന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഈ വന്ദേമാതരം എന്ന ഗാനം ഏതാണ് ഭാഷ? അത് ബംഗാളി ഭാഷയിലാണ്.
ഈ ഒരു ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായ പ്രസ്താവന എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അടുത്തത് ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. പിന്നത്തത് ചെയർമാൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ആണ്. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആര്? എസ് സോമനാഥും ഭുവനേശ്വരിയും ആണ്. എസ് സോമനാഥ്, ഭുവനേശ്വരി.